നമസ്കാരം. മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന് നൽകിയ നിയമോപദേശത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് അദ്ദേഹത്തിന് ഈ വിഷയം പരിഹരിക്കുന്നതിനുള്ള ആത്മാർത്ഥതയെയും അതുപോലെ തന്നെ ആർജവത്തെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അത് കാലം മാത്രം തെളിയിക്കേണ്ട ഒന്നാണ്. നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയുടെ പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അദ്ദേഹം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മുഖ്യമന്ത്രിയാകാൻ വളരെ പാടുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് കൂനിക്കുത്തി നിൽക്കുന്ന ആ മനുഷ്യൻ ചെയ്ത വൃത്തികേടുകൾ ഒന്നും തന്നെ ചെയ്യാതിരുന്നാൽ മാത്രം മതി അദ്ദേഹം ഒരു നല്ല മുഖ്യമന്ത്രിയാണെന്ന് മലയാളികൾ സമ്മതിക്കും. നമ്മൾ ഇവിടെ നിന്നും കാസർഗോഡ് വരെ പോകുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡിലും വലിയ ഫ്ലെക്സുകളിൽ നിൽക്കുന്ന ഒരു ഭീകര ജീവിയുടെ ഒരു പടം കണ്ടിരുന്നു. ഈ ഫോട്ടോകൾ വച്ചത് കൊണ്ട് മാത്രമാണ്, അതാണ് മെയിൻ കാരണം എന്ന് ഞാൻ പറയും, പിണറായി വിജയനെ ചുരുട്ടിക്കൂട്ടി മലയാളികൾ മൂലയ്ക്ക് ഇരുത്തിയത്. അവരുടെ ദേഷ്യം, ആ വ്യക്തിയോട് ഉണ്ടായിരുന്ന ദേഷ്യമാണ് ഇലക്ഷനിൽ ഈ മലയാളികൾ ബാലറ്റിലൂടെ കാണിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന ഒരു വൃത്തികേടുകളും ഇദ്ദേഹം ചെയ്യാതിരുന്നാൽ മാത്രം മതി അദ്ദേഹം നല്ലൊരു മുഖ്യമന്ത്രിയാണെന്ന് ഏവരും സമ്മതിക്കും. എന്നാൽ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പല കാര്യങ്ങളും ചെയ്യുന്നു എങ്കിലും ഇതുവരെ അദ്ദേഹം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ ക്ലച്ചിന് പുറത്തു നിന്നാണോ പ്രവർത്തിക്കുന്നത് അകത്തു നിന്നാണോ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുനമ്പം. മുനമ്പത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ത് നടപടി, എന്ത് നിലപാടാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളതിനെ ആശയപ്പെടുത്തിയായിരിക്കും അദ്ദേഹം ഈ ചെയ്ത പ്രതിജ്ഞയോട് അദ്ദേഹം പുലർത്തുന്ന ഒരു ആത്മാർത്ഥത. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ 1 മാസത്തിനോ 2 മാസത്തിനോ ഉള്ളിൽ ഞാൻ പറയുന്ന രീതിക്ക് മുനമ്പത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ നിസ്സംശയം പറയുന്നു അദ്ദേഹം ആ നിമിഷം തന്നെ നമ്മുടെ പഴയ ലീഡർ കെ. കരുണാകരന് മുകളിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യും. അങ്ങനെ മാറണം എന്നാണ് എൻ്റെ വിനീതമായ ആഗ്രഹവും. മുനമ്പം വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ചെല്ലുന്നു, അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു. എന്നാൽ അവിടെ ചെന്ന് ഈ വാഗ്ദാനങ്ങൾ നൽകുന്ന ആരും തന്നെ മുനമ്പത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ വഖഫ് ആക്ട് എന്താണെന്നോ അതിന് എങ്ങനെയാണ് നിയമത്തിലൂടെ ഒരു പരിഹാരം കാണുക എന്നുള്ളതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെയും പഠിക്കാതെയുമാണ് അവിടെ ചെന്ന് ഈ വാഗ്ദാനങ്ങൾ നൽകുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അതുപോലെ തന്നെ BJP ഉണ്ട്. പക്ഷേ BJP കുറച്ച് നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മുനമ്പം ഒരു വഖഫ് അല്ല എന്ന വിധിക്കെതിരെ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും ഒക്കെ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന വിലപ്പെട്ട ഒരു അഭിഭാഷകനായ സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗിനെ ഈ മുനമ്പം ജനതയ്ക്ക് വേണ്ടി അവിടെ ഹാജരാക്കിയത് BJP ആണ്. അതൊക്കെ വലിയ തുകകൾ ചെലവ് വരുന്ന ഒരു കാര്യവും ആണ്. അവിടെ ഞാനാണ് ആ കേസ് നടത്തുന്നത്. എങ്കിൽ തന്നെയും ഈ പൊള്ളയ വാഗ്ദാനങ്ങളാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. നാം അഡ്വക്കേറ്റ് A. ജയശങ്കറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു പരിഹാരവുമായിട്ട് മുന്നോട്ട് വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ 110ഓളം ഏക്കർ വസ്തു അവിടെ ആൾക്കാർ താമസിക്കുന്നതായിട്ടുണ്ട്. ടോട്ടൽ 404.7 ഏക്കർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും കടൽ കൊണ്ടുപോയി. അതുകൊണ്ട് ഈ മുസ്ലിമുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വസ്തുവെ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള കടലോ കായലോ എന്തൊക്കെയായാലും കടൽ വഖഫെന്നോ കായൽ വഖഫെന്നോ ഒക്കെ നാമകരണം ചെയ്ത് അത് വഖഫ് ബോർഡും എടുക്കുക എന്നുള്ള വിചിത്രമായ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നിർദ്ദേശം എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് നിങ്ങൾ മിക്കവാറും എല്ലാവരും കണ്ടു കാണും. ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നമ്പത്തെ ചരിത്രമോ അല്ലെങ്കിൽ വഖഫ് ആക്ട് എന്താണെന്നോ അല്ലെങ്കിൽ വഖഫ് എന്താണെന്നോ
അറിയാമായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരുമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ഷന് മുമ്പ് അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനകം ഈ പ്രശ്നം പരിഹരിക്കും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 10-20 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണ്? അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുനമ്പത്തെ കാര്യങ്ങൾ എന്താണെന്നോ, വസ്തുതകൾ എന്താണെന്നോ, അല്ലെങ്കിൽ വഖഫ് ആക്ട് എന്താണെന്നോ, അതിൽ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്നൊന്നും തന്നെ അറിയാതെയാണ് ഈ 10 മിനിറ്റ് പ്രയോഗം അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് ആ 10 മിനിറ്റ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചാൽ തന്നെ അദ്ദേഹത്തിന് സങ്കടം വരികയും ചെയ്യും. ദൈവമേ, ആരും മുനമ്പത്തെക്കുറിച്ചിട്ട് എന്നോട് ചോദിക്കല്ലേ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പ്രാർത്ഥന. കഴിഞ്ഞ 26-ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. മുനമ്പത്തിന് 10 മിനിറ്റിനുള്ളിൽ ഒരു പരിഹാരം സാധ്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ കേൾക്കാൻ തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആ പോസ്റ്റ്. എന്നാൽ അതിനെ തുടർന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിമല ബിനു എന്നെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു, സാർ, ഞാൻ താങ്കളുടെ ഈ പോസ്റ്റ് കണ്ടു, എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുക? അവർ പറഞ്ഞു, ഞാനാണ് വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഹെഡ് ഞാനാണ്. എന്നോട് ദയവായിട്ട് അത് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്ന് പറയും, ഞാൻ അത് മുഖ്യമന്ത്രിയുമായി ടേക്കപ്പ് ചെയ്യാമെന്നും അവർ പറഞ്ഞു. തുടർന്ന് 3 ദിവസം തുടർച്ചയായിട്ട് ഞാൻ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു, പഠിക്കാൻ പറഞ്ഞു, ഏതൊക്കെ ഭാഗമാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. നിരന്തരം ഞങ്ങൾ വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം അവർക്ക് തൃപ്തിയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അവർ പറഞ്ഞു, എൻ്റെ ഈ നിർദ്ദേശം തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു നോട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തയ്യാറാക്കി തരണം എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു നോട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അവർ സമ്മതിച്ചു. സർ, അവർക്ക് എൻ്റെ ഈ ഉപദേശത്തിൽ അവർക്ക് പൂർണ്ണ തൃപ്തിയായി. അവരൊരു അഡ്വക്കേറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എഴുതി കൊടുത്ത നോട്ട് അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറി. പേഴ്സണലായിട്ടാണ് കൈമാറിയത്. അദ്ദേഹത്തിന് ഇതുവരെ അത് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നാണ് അവർ എന്നെ അറിയിച്ചത്. അപ്പോൾ അത് എങ്ങനെ ഈ വിഷയം പരിഹരിക്കാം? എന്തായാലും അഡ്വക്കേറ്റ് ബിമല ബിനുവിന് ബോധ്യമായി ഈ പ്രശ്നം ഞാൻ പറഞ്ഞ രീതിയിൽ 2 സ്റ്റെപ്പായിട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളതൊന്നും തന്നെ അല്ല. അത് ഭാവിയിൽ ഈ കോടതികൾ മാത്രം പറയേണ്ട, മറ്റാർക്കും പറയാൻ സാധ്യമല്ലാത്ത, പറയാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് മുനമ്പം വഖഫാണോ അല്ലയോ എന്നുള്ളത്. അത് കോടതിയിൽ പെൻഡിങ്ങാണ്. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നു, ഹൈക്കോടതിയിൽ അതുമായിട്ട് 6 കേസുകളുണ്ട്, സുപ്രീം കോടതിയിൽ 2 SLPയും ഒക്കെ പെൻഡിങ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ പരിഹരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വഖഫാണ് അല്ലെങ്കിൽ ഇത് വഖഫ് അല്ല എന്നൊക്കെ ആരെങ്കിലും, ഇവൻ വഖഫ് ബോർഡ് പറഞ്ഞാലും ശരി, അല്ല ഞാൻ അത് വഖഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞാലും ഒക്കെ തന്നെ അതിനൊന്നും തന്നെ യാതൊരു വിലയും ഇല്ല. അത് എന്നെങ്കിലും ഈ കോടതിക്ക് മാത്രമേ അത് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ ആ വിഷയത്തിനെ അങ്ങ് മാറ്റിവെക്കുക. ഇത് വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും തന്നെ ഒരു തീരുമാനവും എടുക്കണ്ട. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉപദേശം. അത് വളരെ ന്യായമായ ഒരു കാര്യവുമാണ്. അല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ 10 മിനിറ്റെന്നോ 10 മണിക്കൂറെന്നോ 10 ദിവസമെന്നോ 10 മാസമെന്നോ ഒരു പക്ഷേ 10 വർഷം വന്നോ അതിനകം ഈ വിഷയം പരിഹരിക്കാം എന്ന് പോലും ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കോടതികൾ ഒരു കാര്യത്തെ തീരുമാനം എടുക്കുന്നതിന് വരുന്ന കാലതാമസം എല്ലാവർക്കും തന്നെ അറിയാമെന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ ആണ്. അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, എങ്ങനെ കൊടുക്കാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അക്കാര്യങ്ങളാണ് ഞാൻ പരിഹാര നിർദ്ദേശമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് എന്താണ്, എങ്ങനെയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ആക്ട് പാസ്സാക്കിയാലും അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കൂടി പാസ്സാക്കിയാൽ മാത്രമേ ആ ആക്ട് നടപ്പിൽ വരികയുള്ളൂ. അപ്പോൾ 1995 വഖഫ് നിയമം വന്നതിന് ശേഷം നമ്മുടെ സ്വന്തം സംസ്ഥാന സർക്കാർ ആണ് ഈ വസ്തു ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചട്ടങ്ങളിൽ സെക്ഷൻ 6 പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം
വഖഫുകളുടെ പട്ടിക വഖഫ് ബോർഡിനും സർവേ, ലാൻഡ് റെക്കോർഡ്സ്, സബ് രജിസ്ട്രാർ, ബന്ധപ്പെട്ട തഹസീൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരുടെ ഓഫീസുകളിലേക്ക് അയച്ചു നൽകുകയും ആയത് കൈപ്പറ്റി വില്ലേജ് ഓഫീസർ പ്രസ്തുത വഖഫുകളുടെ പട്ടിക പ്രകാരമുള്ള മാറ്റമോ സമയാസമയങ്ങളിൽ കിട്ടിയ വിവരങ്ങൾ ചേർത്തുകൊണ്ടോ പ്രാവർത്തികമാക്കുകയും ബന്ധപ്പെട്ട തഹസീൽദാർ ആയത് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നാണ്. അപ്പോൾ കാര്യം വളരെ നിസ്സാരമാണ്. അതായത് വഖഫ് ബോർഡിന് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ആക്ടിലെ സെക്ഷൻ 4 പ്രകാരമുള്ള സർവേ, ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സർക്കാരിലേക്ക് അയക്കണം. അല്ലാതെ വഖഫ് ബോർഡിന് ഒരു വസ്തുവിനെ വഖഫായി ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരിലേക്ക് ചെല്ലുമ്പോൾ സർക്കാർ അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും. ആ സമയം മാത്രമാണ് നിയമപരമായിട്ട്, ഒഫീഷ്യലായിട്ട്, ലീഗലായിട്ട് ഒരു വസ്തു വഖഫായി ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സർക്കാർ വിജ്ഞാപനം നടത്തി. അതിനുശേഷം സർക്കാർ എന്ത് ചെയ്യും? ആ വിജ്ഞാപനത്തിന്റെ ഒരു പകർപ്പ് വഖഫ് ബോർഡിനെ അയക്കും, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിനെ അയക്കും, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് അയക്കും, തഹസീൽദാർക്ക് അയക്കും, അങ്ങനെ സബ് രജിസ്ട്രാർ ഓഫീസിന് അയക്കും, അങ്ങനെ എല്ലാ ഓഫീസുകളിലും അയച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിൻ പ്രകാരം ഈ വസ്തു സംബന്ധമായ രേഖകളിൽ വേണ്ട മാറ്റം വരുത്തണം. ആ സമയത്ത് മാത്രമേ ആ വസ്തുവിന്മേൽ നേരത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങൾ നഷ്ടമാകൂ. നാം പ്രത്യേകം ഓർമ്മിക്കണം, മുനമ്പത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനേ ഇല്ല. അതായത് ആസ് ഓൺ ടുഡേ, ഇന്നേ ദിവസം വരെ മുനമ്പത്തെ ഒരു വഖഫായി നിയമപരമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടമായത്? അപ്പോൾ ഇതൊന്നും തന്നെ ഇല്ലാതെ സെക്ഷൻ 4ഉം 5ഉം പ്രകാരമുള്ള ഒരു നടപടിയും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ലാതെ വഖഫ് ബോർഡിന്റെ CEO 13/1/2022 അദ്ദേഹം ഈ വില്ലേജ് ഓഫീസേഴ്സിന് കത്തെഴുതുന്നു. ഇനി മേലാൽ നിങ്ങൾ മുനമ്പത്തെ ജനതയ്ക്ക് യാതൊരുവിധ റവന്യൂ അവകാശങ്ങളും നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതെന്താ, സിഇഒയുടെ തന്തയുടെ വകയായിരുന്നു ഈ മുനമ്പം അങ്ങനെ ഒരു കത്തയക്കാൻ? അങ്ങനെ ഒരു റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ 100% അവിടെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ റവന്യൂ ഓഫീസേഴ്സ് അവന്മാർക്കും തന്തയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഈ വിലയില്ലാത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ, യാതൊരു നിയമസാധുതയും ഇല്ലാത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പാവപ്പെട്ട 610ഓളം കുടുംബക്കാരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തു. 100% നിയമവിരുദ്ധമായ ഒരു കാര്യം. വഖഫ് ആക്ടിൽ ഒരിടത്തും തന്നെ പറയാത്ത ഒരു കൃത്യമാണ് ഈ റവന്യൂ അധികാരികൾ. ആരുടെ റവന്യൂ അധികാരികൾ? പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റവന്യൂ വകുപ്പ് ആ പാവപ്പെട്ട ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, അവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ ഏതെങ്കിലും രീതിക്കുള്ള നിയമപരമായ ഒരു ചാൻസ് ഉണ്ടായിരുന്നു? ഒരിക്കലും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ 100% തെറ്റായ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുനമ്പത്തെ ജനങ്ങൾ ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പിണറായി വിജയൻ ചെയ്ത മറ്റൊരു വിചിത്രമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ രാമചന്ദ്രൻ കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ വാദം നടന്ന വേളയിൽ പിണറായി വിജയന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന വ്യക്തി കോടതി മുമ്പാകെ വാദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് ബോർഡ് വഖഫ് ആക്ടിൽ പറയുന്ന യാതൊരു വിധത്തിലുമുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ മുനമ്പത്തെ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. ഇവർ ഈ നടപടിക്രമങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു പഠനം നടത്തുന്നു, അന്വേഷണം നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഈ മുനമ്പത്തെ വഖഫായി പ്രഖ്യാപിച്ച വഖഫ് ബോർഡിന്റെ നടപടി കേരള സർക്കാരിനെ ബാധിക്കുന്നതല്ല എന്നായിരുന്നു പിണറായി വിജയന്റെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെയുള്ള വാദം. അതായത് വഖഫ് ബോർഡിന്റെ ഈ ഡിക്ലറേഷൻ തെറ്റായിരുന്നു, ഞങ്ങളെ ബാധിക്കുന്ന ഒന്നല്ലായിരുന്നു. അത് പറയാതെ പറയുന്നത് എന്താണ്? മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് നിയമപരമായ ഒരു കാരണവും ഇല്ലായിരുന്നു എന്നാണ്. അതിനുശേഷം സഖാവ് പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണുനീർ കാണുമ്പോൾ
മനസ്സനിയും എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയൻ അവർക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയും പാലിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ 5 റിട്ട് പെറ്റീഷൻ കേരള ഹൈക്കോടതി മുമ്പായി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് സംരക്ഷണ വേദിയുടെ ഒരു പെറ്റീഷനും അവിടെ കിടപ്പുണ്ട്. എല്ലാം കൂടെ 6 എണ്ണവും ഒരുമിച്ചാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയിൽ കേസുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസ് എന്താ? അവർ കൊടുത്തിരിക്കുന്നത് ഈ ഹൈക്കോടതി വിധിയിലെ ഇതൊരു മുനമ്പം വഖഫ് അല്ല എന്നുള്ള ആ ഒരു പരാമർശം എക്സ്പെൻസ് ചെയ്യണം, അതൊന്ന് ആ വിധിയിൽ നിന്ന് നീക്കി കിട്ടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണമോ വേണ്ടയോ ഒന്നും തന്നെ അതിലൊരു ചർച്ചാ വിഷയമേ അല്ല. അതും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന് കൊടുത്ത നോട്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ വിഷയം പരിഹരിക്കാം എന്ന് വച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചതിന് ശേഷം പറയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമവിരുദ്ധമായിട്ടാണ് ഈ റവന്യൂ അവകാശങ്ങൾ, മുൻപൻ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ അന്നത്തെ സർക്കാർ പിടിച്ചെടുത്തത്. അക്കാര്യം രാമചന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കേരള സർക്കാരാണ് മുൻപം ജനതയുടെ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും മൗലിക അവകാശങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തന്നെ അത്തരത്തിൽ ഈ മുനമ്പൻ ജനതയുടെ മൗലികാവകാശങ്ങൾ നിഷേധിച്ചത് അബദ്ധവശാലായിരുന്നു, തെറ്റ് പറ്റിയതായിരുന്നു. അവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റ് അത് തിരുത്താനുള്ള ചാൻസ് ഞങ്ങൾക്ക് തരണം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ ഞങ്ങൾ അന്യായമായിട്ട് അവരിൽ നിന്ന് പിടിച്ച എല്ലാ റവന്യൂ അവകാശങ്ങളും അവർക്ക് എത്രയും വേഗം തിരിച്ചു കൊടുക്കണം എന്ന് ഒരു അപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് തെറ്റ് പറ്റിയത് ആർക്കും തെറ്റ് പറ്റാം, ആ തെറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറായി കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിൽ നോ പറയേണ്ട യാതൊരു നിയമപരമായ കാരണങ്ങളോ ഇല്ല. ആ നിമിഷം തന്നെ മുനമ്പൻ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഏതെങ്കിലും കോടതി അഥവാ, ഒരിക്കലും പറയത്തില്ല, അഥവാ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? വസ്തു എടുത്തുകൊണ്ട് ആർക്കും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അന്ന് ഈ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കട്ടെ, ആദ്യം കോടതി അത് പറയട്ടെ, അതിനുശേഷം എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഈ മുനമ്പം വിഷയം തൽക്കാലം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു കാര്യം. അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഞാൻ വെറുതെ ആ പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഇത് 10 മിനിറ്റ് കൊണ്ട് ഒരിക്കലും തന്നെ ആർക്കും പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ആരുടെയും കയ്യിൽ ഇല്ല. അപ്പോൾ നിയമപരമായി ഇതിനെ സമീപിക്കുക. 10 മിനിറ്റല്ല, 10 ദിവസമല്ല, ഒരു പക്ഷേ മിനിമം ഒരു 10 മാസത്തിനകത്തെങ്കിലും ഈ വിഷയത്തിന് ഇത്തരത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കും. റവന്യൂ അവകാശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ വസ്തു വലിക്കുകയോ ഈടുവയ്ക്കുകയോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നെങ്കിലും ഒരു കാലത്ത് ഇതൊരു വഖഫാണെന്ന് പറയട്ടെ കോടതി. ഒരിക്കലും പറയില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ആ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു കോടതിക്കും ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സിനാറിയോ ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പോകുന്നതും അല്ല. അതുകൊണ്ട് ഈ രീതിക്കാണ് താൽക്കാലികമായി ഈ മുനമ്പം വിഷയം ഈ സർക്കാരിന് പരിഹരിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ യാതൊരു തരത്തിലും ഈ സർക്കാരിന് മുനമ്പം വിഷയം പരിഹരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പുതിയതായിട്ട് പൊങ്ങുന്നിരിക്കുന്ന പ്രശ്നം കണ്ണൂരിലെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രവും ഒക്കെ ബന്ധപ്പെട്ട വഖഫ് വിഷയമാണ്. വഖഫ് ബോർഡ് അവിടെയും 400 ഏക്കർ ഈ വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. പലരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടു, എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല, അതിൻ്റെ വസ്തുതകൾ എനിക്ക് അറിയില്ല. അതിനുശേഷം അഭിപ്രായം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ ഒരു 16-ാം തീയതി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ ഞാൻ ഒരുപക്ഷെ പങ്കെടുത്തു എന്നും വരാം. ഇനി എന്തായാലും യാത്ര കണ്ണൂരിലേക്ക് മാറ്റാൻ പോവുകയാണ്. മുൻപത്തെ വിഷയം ഇപ്പോൾ പരിഹാരമായി കഴിഞ്ഞു. പക്ഷേ കോടതികളിൽ കിടക്കുന്ന വിഷയം ആയതിനാൽ അത് കോടതിക്ക് മാത്രമേ അത് സമയം നിശ്ചയിക്കാൻ കഴിയൂ. നമ്മൾ വെളിയിൽ കിടന്ന് എന്തൊക്കെ ചാടിയിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മുൻപത്തിന് പരിഹാരമായി, പക്ഷേ അത് കോടതികൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കോടതിയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്കതൊരു പരിഹാരമായിട്ട് കയ്യിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി തളിപ്പറമ്പിലേക്ക് പോകാം, അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അതുമായി ഒക്കെ ബന്ധപ്പെട്ട
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്നാൽ നിങ്ങൾ ഈ ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എവർക്കും നന്ദി, നമസ്കാരം.